നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പട്ടാമ്പി പൊതുശ്മശാനം നിർമ്മാണത്തിന് ഭരണാനുമതിയായി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 55 ലക്ഷത്തിന്റെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭിച്ചതെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ദേശമംഗലത്ത് ജനപ്രതിനിധികൾക്കു നേരെ CPM അക്രമം ആരോപിച്ച് UDF. ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്ത വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ UDF മെമ്പർമാരെ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്ന പരാതി. ദേശമംഗലം ടൗണിൽ UDFന്റെ പ്രതിഷേധ പ്രകടനവും ധർണയും. 18ാമത് പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവത്തിൽ ഇന്ന് ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ. ഇന്നലെ വൈകുന്നേരം അരങ്ങിലെത്തിയത് തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം. നാടകോത്സവം ഡിസംബർ 2 വരെ. വാർത്തകൾ വിശദമായി. പട്ടാമ്പി പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഭരണാനുമതിയായി. പൊതുശ്മശാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാവശ്യമായ പ്രവൃത്തികൾക്കായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 55 ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനായുള്ള അനുമതി ലഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ശ്മശാന നിർമ്മാണത്തിനായി ഫണ്ട് നേരത്തെ തന്നെ അനുവദിച്ചെങ്കിലും തുക ചിലവഴിക്കുന്നതിന് പൂർണ്ണ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിലേക്ക് അപേക്ഷ നൽകുകയും തുടർന്ന് ധനകാര്യ വകുപ്പിൽ നിന്നും പ്രത്യേക അനുമതി ലഭ്യമാവുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനടക്കമുള്ള പ്രവൃത്തികൾക്കാണ് ഫണ്ട് ചിലവഴിക്കുക. VK ശ്രീകണ്ഠൻ MPയും ശ്മശാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇനി തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് പട്ടാമ്പി നഗരസഭയാണ്. പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ 1970-ലാണ് നമ്പറം റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത്. 2012-ലെ UDF ഭരണസമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്പറത്തുള്ള സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തുറക്കാനായില്ല. നിലവിൽ വാതക ശ്മശാനത്തിൽ ചില ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബാധപ്പൊടിയെടുത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. MPയുടെയും MLA ഫണ്ടും ഉപയോഗിച്ച് മെച്ചപ്പെട്ട രീതിയിലുള്ള വാതക ശ്മശാനമാണ് സജ്ജമാക്കുന്നത്. നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ, ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത്. പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാരത്തിനും മരണാനന്തര കർമ്മങ്ങൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരസഭ ഇതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ മറ്റു നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം ബഹുമാനപ്പെട്ട MPയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മിഷണറി അടക്കമുള്ള അനുബന്ധ കാര്യങ്ങൾ MP ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കഴിയുന്നത്. അതിനു വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും MLA ഫണ്ടിലും യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിച്ചു. അതിൻ്റെ ഭരണാനുമതി, പ്രത്യേക അനുമതി കൂടി ലഭിച്ച വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം കൂടിയാണിത്. ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് ഡെലിവറി പാർട്ണർമാർ അനിശ്ചിതകാല പണിമുടക്ക് സമരം ആരംഭിച്ചു. പെട്രോൾ ഇൻസെന്റീവ് നൽകുക, കിലോമീറ്ററിന് 10 രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 350ഓളം തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. 12 മണിക്കൂറിലധികം പണിയെടുത്താൽ 400 മുതൽ 500 രൂപ വരെ മാത്രമേ ലഭിക്കൂ എന്ന് തൊഴിലാളികൾ പറയുന്നു. പെട്രോളിന് 65 രൂപയുണ്ടായിരുന്ന കാലത്തെ കണക്കുവെച്ചാണ് ഇപ്പോഴും തരുന്നത്. സുഖമില്ലാതെയോ ഇരുചക്രവാഹനം കേടുവെന്നോ 3 ദിവസത്തിൽ കൂടുതൽ ലീവെടുത്താൽ ഇൻസെന്റീവ് നൽകില്ല. വെയിലിലും മഴയിലും രാവും പകലുമില്ലാതെയാണ് സ്വിഗ്ഗി പാർട്ണർമാർ ഇരുചക്രവാഹനത്തിൽ പാഞ്ഞ് ഓർഡർ ചെയ്യുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്നത്. എന്നിട്ടും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സ്വിഗ്ഗി പിൻവലിച്ചിരിക്കുകയാണ്. സമരത്തിൻ്റെ ഭാഗമായി സ്വിഗ്ഗിയുടെ തൃശൂർ നഗരത്തിലെ പുഴയ്ക്കൽ, മണ്ണുത്തി, പൂത്തോൾ, മുളങ്കുന്നത്തുകാവ് കേന്ദ്രങ്ങളുടെയും ഇൻസ്റ്റാമാർട്ടിൻ്റെയും പൂത്തോൾ, കുരിയച്ചിറ കേന്ദ്രങ്ങളുടെയും മുന്നിൽ ഓർഡറുകൾ സ്വീകരിക്കാതെ പ്രതിഷേധ ബാനർ ഉയർത്തുമെന്ന് തൊഴിലാളികൾ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൊഴിലാളികളായ N നന്ദിത, C സുജിത്, ആന്റണി ഐസക്, MT ദാവൂദ്, P അഭിലാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിനിടെ വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള UDF ജനപ്രതിനിധികളെ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതെന്ന പരാതി ഉയർന്ന സംഭവത്തിൽ ദേശമംഗലം ടൗണിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. UDF നേതാക്കളായ മഹേഷ് വെളുത്തെടുത്ത്, K പ്രേമൻ, PI ഷാനവാസ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. താഴെ ഇറക്കും
പിടിച്ച് പുറത്താക്കാൻ ഇത് ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ഭരണഘടനയുണ്ട്. ഇവിടെ രാവിലെ ഇവിടുത്തെ സെക്രട്ടറി എണീച്ചു വന്ന് ഇവിടെ 6ാം വാർഡ് മെമ്പർ അയോഗ്യൻ, 7ാം വാർഡ് മെമ്പർ അയോഗ്യൻ, UDF മെമ്പർ അയോഗ്യൻ അങ്ങനെ എഴുതി കൊടുത്ത അങ്ങനെ വാലും ചുരുട്ടി നിങ്ങളുടെ മുന്നിൽ ഓച്ചാരിച്ചെന്ന് പുറത്തു പോകുന്നെന്ന് ഏതെങ്കിലും CPM കരുതിയെങ്കിൽ അത് തെറ്റി. 2014 മുതൽ അതിശക്തമായ UDF-ന്റെ, കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ഈ പഞ്ചായത്തിലുണ്ട്. അതുകൊണ്ടാണ് 7 മെമ്പർമാരെ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്ക വിട്ടത്. ചേലക്കര നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കായി സ്ഥാപിച്ച താൽക്കാലിക ഷെഡ് പൊളിച്ചുമാറ്റുന്നതിനിടെ ഭാരമേറിയ കമ്പി തലയിൽ വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. +1 വിദ്യാർത്ഥിയായ ആറ്റൂർ പടലക്കാട്ടിൽ ഷംസുദ്ദീന്റെ മകൻ തൻവീറിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയോടെ പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകാൻ വേണ്ടി ക്ലാസ്സിന് പുറത്തിറങ്ങിയ സമയത്താണ് അപകടം നടന്നത്. താൽക്കാലിക ഷെഡ് അഴിച്ചു മാറ്റുന്ന പ്രവൃത്തി നടക്കുന്നതിനിടെ ജോലിക്കാരുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കമ്പി താഴേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉടൻ ചെറുതുരുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തൻവീറിന്റെ തലയ്ക്കും ഷോൾഡറിനുമാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 7ാം ദിനത്തിൽ വിധി നമുക്കായി കരുതി വച്ച യാത്രകളെ ഓർമ്മപ്പെടുത്തി തിരുവനന്തപുരം ശ്രീനന്ദനിയുടെ യാനം. ഓംഷാ രചന നിർവഹിച്ചിരിക്കുന്ന നാടകം മനോജ് നാരായണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 18ാമത് ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 7ാം ദിനത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ രാജ്യസ്നേഹത്തിന്റെ കഥ പറഞ്ഞ് പ്രേക്ഷക പ്രശംസ നേടി തിരുവനന്തപുരം ശ്രീനന്ദനെ അവതരിപ്പിച്ച യാനം. എ ജേണി ഓഫ് ഫെയ്റ്റ് എന്ന ടാഗ്ലൈനിൽ അരങ്ങിലെത്തിയ നാടകം വിധി നമുക്കായി കരുതി വെച്ച യാത്രകൾ തന്നെയാണ് അനാവരണം ചെയ്യുന്നത്. സിയാച്ചിനിലുണ്ടായ സ്ഫോടനത്തിൽ സൈനികനായ മകനെ കാണാതാവുന്നതും മകനെ അന്വേഷിച്ചുകൊണ്ടുള്ള അച്ഛന്റെ യാത്രയുമാണ് നാടകത്തിന്റെ ഇതിവൃത്തം. മകനെ പരിശീലിപ്പിച്ച് സൈനികനാക്കുന്ന അച്ഛൻ പിന്നീട് മകനെ കാണാതായ വിവരം അന്വേഷിച്ചിറങ്ങുന്ന യാത്രയിൽ അച്ഛൻ നേരിടുന്ന മാനസിക സംഘർഷങ്ങളുടെ വൈകാരിക തലം ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നിടത്താണ് യാനം വേറിട്ട അനുഭവമായി മാറുന്നത്. പിന്നെ ഇപ്പൊ എന്താ പറ്റിയെന്ന് ചോദിച്ചാ ഒരുപാട് പ്രശ്നങ്ങളല്ലേ ഡോക്ടറെ. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഒരു മൂലയ്ക്ക് അടങ്ങിയിരുന്നോണം എന്ന് അവളെ എന്നോട് പറഞ്ഞതേ എന്റെ കാലും കൈ ഒടിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടി. അത് കേൾക്കാണ്ട് ഇറങ്ങി നടത്താൻ പിന്നെ ഇവിടെ അല്ലാതെ അവക്ക് എന്നെ തെരുവിലേക്ക് എറിയാൻ പറ്റും. നാടകത്തിൽ അച്ഛനായ വേഷമിട്ട അജിത് ഞാറക്കലിന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്ന ഓംഷാ ഇതിലെ ദാമുമാഷ് എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി. നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും പ്രകടനം മികച്ചു നിന്നു. ഒപ്പം എടുത്തു പറയേണ്ടതാണ് നാടകത്തിന്റെ കലാസംവിധാനം. കഥാസന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ രംഗവിധാനം പറയുന്ന വിഷയത്തിന്റെ തീവ്രതയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. യാനത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് കൂടിയായ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. ഉള്ളിൽ തൊടുന്ന വരികൾ കൊണ്ട് വയലാർ ശരത് നമ്മളെ വീണ്ടും വിസ്മയിപ്പിക്കുന്നു. ഉദയകുമാർ അഞ്ചലിന്റെ സംഗീതവും ഹൃദ്യമായിരുന്നു.
നാടകത്തിന്റെ 8ാം ദിവസമായ ശനിയാഴ്ച ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാത്തൂർ പഞ്ചായത്തിലെ മലമ്പുഴ കനാലുകളിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നതായി പരാതി. മേഖലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മലമ്പുഴ കനാൽ വെള്ളത്തിലൂടെ മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും വ്യാപകമായി ഒഴുകിയെത്തുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി. പ്ലാസ്റ്റിക് വസ്തുക്കളും ഗാർഹിക മാലിന്യങ്ങളും കേടായ ഇലക്ട്രിക് സാധനങ്ങളും പഴയ ഹെൽമറ്റുകൾക്കുമൊപ്പം തന്നെ തെരുവ് നായകളുടെ ജീർണിച്ച ശവശരീരങ്ങളും വ്യാപകമായി ഒഴുകിയെത്തുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ജീർണിച്ച ശവശരീരങ്ങൾ കൈക്കനാലുകളിൽ തങ്ങി ചുറ്റുപാടും ദുർഗന്ധം പരന്നതും നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കുന്നു. കനാലിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ പൊതുബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും താലൂക്ക് വ്യവസായ ഓഫീസ്, മങ്കര ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാല പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ശില്പശാലയിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷനായി. വ്യവസായ വകുപ്പ് പ്രതിനിധി M മനോജ് ക്ലാസ് എടുത്തു. ഇങ്ങനെയാണ്, ഇത് മാത്രമല്ല സംരംഭം എന്നുള്ളത് നിങ്ങളിലേക്ക് അറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ ശില്പശാലയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, 3 വർഷക്കാലം കൊണ്ട് ഏകദേശം 3 ലക്ഷത്തിലധികം കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്കൂളുകളിൽ നിന്നും പഠിക്കുന്നത്, നമ്മുടെ കയ്യിലുള്ളതാകെ എന്താ സ്കൂളുകളിൽ നിന്നും പഠിക്കുന്നത് വെറും മെമ്മറി മാത്രമാണ്. നമുക്ക് ഇമോഷൻസിനെ, പ്രതിസന്ധികളെ നേരിടാൻ ഒരു വിദ്യാലയത്തിലും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഇമോഷൻസിനെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അറിയുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ഉയർന്നു നിൽക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് തന്നെ ഏകദേശം 89% പേരും. പഞ്ചായത്ത് അംഗങ്ങളായ നദീറ, MB രമേശ്, പഞ്ചായത്ത് സെക്രട്ടറി OA ബാബു, KA വിനീത, ബ്ലോക്ക് അംഗം പ്രസാദ്, രേഷ്മ, അനുശ്രീ, പ്രഭുദാസ്, പാഞ്ചാലി, ചന്ദ്രിക, അനിത, വിനോദ്, KA രതീഷ് കുമാർ, ശില്പ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചലച്ചിത്ര ചിത്രീകരണത്തിന്റെ ഇടവേളയ്ക്കു ശേഷമുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കി കവളപ്പാറ ഗ്രാമം. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ ചിത്രീകരണമാണ് കവളപ്പാറയിൽ നടന്നത്. കവളപ്പാറയിലെയും പരിസര പ്രദേശങ്ങളിലെയും 40ഓളം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ ഷൂട്ടിംഗിന്റെ ഭാഗമായി. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച ഇന്ദ്രനീൽ രാഹുൽ ടീം സംവിധാനം ചെയ്യുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ ഷൊർണൂർ കവളപ്പാറയിലെ ഷൂട്ടിംഗ് പൂർത്തിയായി. പട്ടാമ്പി, ഷൊർണൂർ, കൊല്ലങ്കോട് പ്രദേശങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം. ധ്യാൻ ശ്രീനിവാസൻ, ഷിജു വിൽസൺ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. റോണി സെബാസ്റ്റ്യൻ, കോട്ടയം നസീർ, സീമാജി നായർ തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. കവളപ്പാറ കൊട്ടാരം, കവളപ്പാറ സ്മാരക വായനശാല, മിഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവിടങ്ങളിലായിരുന്നു 3 ദിവസത്തെ ഷൂട്ടിംഗ് നടന്നത്. ക്ലബ്ബ് പോലീസ് സ്റ്റേഷനായാണ് സിനിമയിൽ കാണാനാകുക. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമായതുകൊണ്ടാണ് ഈ കെട്ടിടം തിരഞ്ഞെടുക്കാൻ കാരണമായത്. പഴയ കാലഘട്ടം ചിത്രീകരിക്കാൻ സഹായകരമായ ഇത്തരം സ്ഥലങ്ങളോ കെട്ടിടങ്ങളോ ഇപ്പോൾ മറ്റു പലയിടത്തും കാണാൻ കഴിയുന്നില്ലെന്ന് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ പ്രദീപ് മേനോൻ പറഞ്ഞു. അവിചാരിതമായിട്ട് ഇതിൻ്റെ ഈ ലൊക്കേഷൻ ഹണ്ടിങ്ങിലായിട്ട് നോക്കി വരുമ്പോഴാണ് കവളപ്പാറ കൊട്ടാരത്തിനുള്ള ആര്യങ്കാവ് സ്കൂളിൻ്റെ എതിർവശത്തുള്ള ഗ്രൗണ്ടിൽ ഒരു ഷിഷ ക്ലബ്ബ് ഞങ്ങൾ കണ്ടത്. ഇത് കണ്ടോട് കൂടിയിട്ട് കൊല്ലങ്കോട് ഷൂട്ട് ചെയ്യേണ്ട പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ കിട്ടി. ആ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൽ നമുക്കത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് അവിടുത്തെ ക്ലബിൻ്റെ ഭാരവാഹികളും എല്ലാവരും സമ്മതം തന്നു. നമ്മളത് ഷൂട്ട് ചെയ്തെന്ന് തീരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പല സ്ഥലത്തും ഇത്തരം സംഭവങ്ങൾ കാണുന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോരുന്ന സമയത്ത് അതെല്ലാം പൊളിച്ചു മാറ്റി പുതിയ ടെറസ് ബിൽഡിംഗ് ഒക്കെ വന്നിരിക്കുകയാണ്. പക്ഷെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒത്തിരി സാധനങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. പരിസര പ്രദേശങ്ങളിൽ നിന്ന് 40ഓളം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി. ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഷൊർണൂർ വിജയൻ്റെ സഹായവും ടീമിന് ലഭിച്ചു. ഇതേ ടീമിൻ്റെ മിന്നൽ മുരളിയിലും
ഷൊർണൂർ വിജയൻ സഹകരിച്ചിരുന്നു. മിന്നൽ മുരളി ചെയ്തിട്ടുള്ള വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പടമാണ്. സോഫിയ പോൾ നിർമ്മിക്കുന്ന സിനിമയാണ്. ആ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്ത ബന്ധം കൊണ്ടാണ് ഈ ഷൊർണൂർ സർക്കിളിൽ ഷൂട്ടിംഗ് വരുമ്പോൾ എന്നെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണമെന്ന് അവരാവശ്യപ്പെട്ട്. അപ്പോൾ അവർ പറഞ്ഞ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പഴക്കമുള്ള കുറേ കാര്യങ്ങൾ വേണ്ടി വന്നു. പഴയ മനകൾ വേണം, പഴയ ടൈല് പാകിയ ടൈപ്പുള്ള നിലമുള്ള പോലീസ് സ്റ്റേഷൻ വേണം, പഴയ വാഹനങ്ങൾ വേണം, ഇങ്ങനെ പഴയമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റേതായ ഷൊർണൂരിലെ ബന്ധങ്ങൾ വെച്ച് ഈ സെക്കൻഡ് വരെയും ഈ സിനിമയ്ക്ക് ആവശ്യമായി ഒന്നും കിട്ടാതിരുന്നില്ല എന്നുള്ള എൻ്റെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി ഇവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ എൻ്റെ ബന്ധങ്ങളും എൻ്റെ അധികാരവും ഒരു പരിധിവരെ ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981-82 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ആളെയല്ല, നമ്മൾ 3-4 വർഷത്തെ പല വർഷത്തെ 3-4 സംഗമങ്ങളുണ്ടായി. ഇതിനകത്ത് ഇത്ര ടീച്ചേഴ്സേ ഉണ്ടായിട്ടില്ല, വളരെ കുറച്ച് 3-4 2-3 ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇത്രയും അധ്യാപകന്മാരെ നിങ്ങൾ പോയി ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുവന്ന് ആദരിച്ച് ഇവിടെ എത്തി. അത് ഏറ്റവും വലിയ ഗുരുത്വത്തിൻ്റെ ലക്ഷണം. മാതാപിതാ ഗുരു ദൈവം, ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് അധ്യാപകൻ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒപ്പം നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളെ അഭിനന്ദിക്കും. അത് അഭിനന്ദിക്കുക തന്നെ പോകണം. ശ്രീ ഗോപിനാഥൻ കുറച്ചു മുമ്പേ എന്നെ എടുക്കാൻ വേണ്ടി കാതിൽ പോകും. മങ്കര ഫോർച്യൂൺ ഹില്ലിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ എസ് പ്രമീള അധ്യക്ഷയായി. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ മണ്ണൂർ രാജകുമാരനുണ്ണി, ലൈല രാജകുമാരനുണ്ണി, ഭാരതി, രാധ, ഷറഫുദ്ദീൻ, രാജഗോപാലൻ, രാഘവൻ, ഭാഗ്യലക്ഷ്മി, രാധ, ഓമന എന്നീ അധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. TR ഗോകുൽദാസ്, VK ശശികുമാർ, ലീലാകൃഷ്ണൻ, AVM റസാഖ്, ശ്രീഹരി, സേതു മാസ്റ്റർ, മുഹമ്മദ് ബഷീർ, നന്ദിനി എന്നിവർ സംസാരിച്ചു. പരസ്പരം സ്നേഹവും ഓർമ്മകളും പങ്കുവച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. 50ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സർക്കാർ ജീവനക്കാരിലെ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന സിവിൽ സർവീസ് കായികമേളയ്ക്ക് പാലക്കാട് തുടക്കമായി. മേളയുടെ ഉദ്ഘാടനം A. പ്രഭാകരൻ MLA നിർവഹിച്ചു. ജീവനക്കാരിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി സ്പോർട്സ് കൗൺസിലാണ് ജീവനക്കാർക്കായി കായികമേള സംഘടിപ്പിക്കുന്നത്. കൗൺസിലിന്റെ മാനുവൽ പ്രകാരമുള്ള മത്സരങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ നിരവധി ജീവനക്കാർ പങ്കെടുക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരായതിനു ശേഷം കായിക മത്സരങ്ങളോട് വിട പറയുന്ന രീതി ഇല്ലാതാക്കാനും മറ്റുള്ളവർക്ക് പ്രചോദനമാവാനുമാണ് സ്പോർട്സ് കൗൺസിൽ സർവീസ് കായികമേള സംഘടിപ്പിക്കുന്നത്. ഇരുപത്തിയഞ്ച് വർഷമായി സംസ്ഥാന ദേശീയ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ഷാജു ജേക്കബ് ജോർജിനെ ചടങ്ങിൽ അനുമോദിച്ചു. സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് C. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PB പ്രീത, ഭാരവാഹികളായ ഡോക്ടർ PC ഏലിയാമ്മ, CC ബാബു, M. രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി പൊതുശ്മശാനം നിർമ്മാണത്തിന് ഭരണാനുമതിയായി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച്. 55 ലക്ഷത്തിന്റെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭിച്ചതെന്ന് മുഹമ്മദ് മൂസിൻ MLA. ദേശമംഗലത്ത് ജനപ്രതിനിധികൾക്കു നേരെ CPM അക്രമം ആരോപിച്ച് UDF. ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്ത വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ UDF മെമ്പർമാരെ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്ന പരാതി. ദേശമംഗലം ടൗണിൽ UDFന്റെ പ്രതിഷേധ പ്രകടനവും ധർണയും. 18ാമത് പ്രഭാതം ഭരത് ബാലൻ K. നായർ സ്മാരക നാടകോത്സവത്തിൽ ഇന്ന് ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ. ഇന്നലെ വൈകുന്നേരം അരങ്ങിലെത്തിയത് തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം.
നാടകോത്സവം ഡിസംബർ 2 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.